1 കിലോൻ്റെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 3 സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യുക. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് കേക്കിൻ്റെ മോൾഡ് റെഡിയാക്കുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ഒരു 7 ഇഞ്ചിൻ്റെ മോൾഡ് എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മോൾഡ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ എല്ലാ ഭാഗത്തും എത്തുന്ന ലെവലൊന്ന് നന്നായിട്ട് തടവി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന ലെവലിൽ തന്നെ നന്നായിട്ട് തട്ടി കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ കേക്കിൻ്റെ മോൾഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് കേക്ക് ഫ്ലോർ റെഡിയാക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുള്ള ഒരു ബോൾസ് എടുത്തിട്ടുണ്ട്, ഒരു ബോൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പ് മൈദ, ഒരു കപ്പിൻ്റെ കുറച്ച് ഭാഗം ഒഴിവാക്കിയിട്ട് അതിന് 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി അതിനെ നിങ്ങൾക്ക് ഒരു 1/2 കപ്പും 1/4 കപ്പ് മൈദ ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു 1/4 കപ്പ് മൈദ. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ. ഇനി അതിലേക്ക് തന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ബ്ലാക്ക് ഫോറസ്റ്റിൽ ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നുണ്ട്, വൈറ്റ് ഫോറസ്റ്റിൽ ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നില്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തരിച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഓക്കെ, ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൊക്കോ പൗഡറും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ. ഓക്കെ, അങ്ങനെ നമ്മുടെ കേക്ക് ഫ്ലോർ, ഫസ്റ്റ് കേക്ക് ചെയ്യാനുള്ള കേക്കിൻ്റെ ഫ്ലോർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വേണ്ടത് 4 മുട്ടയാണ്. 1 കിലോ കേക്ക് ആയതുകൊണ്ട് വലിയ 4 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്കുള്ള ഷുഗർ പൗഡർ എടുത്തിട്ടുണ്ട്, അതിലേക്കുള്ള വാനില എസൻസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ 4 മുട്ടയിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. വാനില എസൻസ് മുട്ടയൊന്ന് അടിഞ്ഞ് വന്നതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ അളന്ന് വെച്ചിട്ടുള്ള 1 കപ്പ്, 4 മുട്ടയ്ക്ക് 1 കപ്പാണ് ഷുഗർ പൗഡർ എടുത്തിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കണം. 1 കപ്പ് ഷുഗർ പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇനി മെഷർമെൻറ്റിൽ അളവിലും കാര്യങ്ങളിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനിതിൻ്റെ നോട്ട്സ് വാട്സപ്പിൽ ഓരോ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് നോട്ട്സ് നിങ്ങൾ മുന്നിൽ വെച്ചിട്ട് ഇത് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മുട്ട ഇവിടെ നന്നായിട്ട് അടഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല ക്രീമി ആയിട്ട്. ഇതിൽ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് വീഡിയോക്ക്. വൈറ്റ് ഫോറസ്റ്റ് കേക്കിൽ ഒരു സ്പീഡും കൂട്ടിയിട്ടില്ല, ഒരു ഭാഗവും സ്കിപ്പ് ചെയ്യാണ്ട് ഞാൻ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതൊന്ന് കറക്റ്റ് നോക്കാം. സെയിം സ്റ്റെപ്പ് തന്നെയാണ് ബ്ലാക്ക് ഫോറസ്റ്റ് ചെയ്യുന്നത്. ചെറിയ മാറ്റമുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ലാസ്റ്റിലേക്ക് ക്ലിയർ ആകാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ മുട്ട ഇവിടെ നന്നായിട്ട് അടിഞ്ഞ് നല്ല ക്രീമി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 8 കെട്ടപ്പോൾ കറക്റ്റ് അവിടെ നിന്ന് തങ്ങി നിൽക്കുന്ന 8 കംപ്ലീറ്റ് ആക്കാൻ നമുക്ക് പറ്റുന്നത്. ഓക്കെ, നമുക്ക് ബീറ്റർ ഒഴിവാക്കാം. അടുത്തത് നമ്മൾ റെഡിയാക്കി വെച്ച മുട്ട, അതുപോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കേക്കിൻ്റെ ഫ്ലോർ. ഇനി ഇതിലേക്ക് വേണ്ട ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു 1/2 കപ്പ് നല്ല സൺഫ്ലവർ ഓയിലാണ്. ഓക്കെ, ഇനി ഫസ്റ്റ് വൈറ്റ് ഫോറസ്റ്റിലൊക്കെ ചെയ്ത പോലെ തന്നെ കേക്കിൻ്റെ മുട്ടയിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കേക്കിൻ്റെ ഫ്ലോർ പതുക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യും, കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ പതുക്കെ ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ. അങ്ങനെ ഒരു 3-4 തവണ ആയിട്ട് കേക്ക് ഫ്ലോർ മുട്ടയിലേക്ക് പതുക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതാ ലാസ്റ്റ് ഫ്ലോർ നമ്മൾ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒറ്റയടിക്ക് ഒഴിക്കരുത്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ പതുക്കെ കുറേശ്ശായിട്ട് ഒഴിക്കാം. ഓക്കെ, ഇനി അടുത്തത് കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം. നെക്സ്റ്റ് അങ്ങനെ അത് ഓയിലും ഒരു 3 തവണ ആയിട്ട് മേലെ കൂടെ ഇങ്ങനെ തൂവിയതിന് ശേഷം ഇളക്കി കൊടുക്കാം. അങ്ങനെയാണ് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള 7 ഇഞ്ചിൻ്റെ കേക്കിൻ്റെ മോൾഡിലേക്ക് ഒഴിക്കാം. വൈറ്റ് ഫോറസ്റ്റിൻ്റെ കേക്ക് ബാറ്റർ ഒഴിക്കുന്ന അതേ കൺസിസ്റ്റൻസി അല്ല, ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കുറച്ചും കൂടെ ലൂസായിരിക്കും. പ്രത്യേകം ഓരോ കേക്കിൻ്റെ ബാറ്ററിൻ്റെ ലെവലും മനസ്സിലാക്കണം. ഓക്കെ, നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിൽ ഒരു 45 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെക്കാം. അങ്ങനെ ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള മോൾഡാണ്. കേക്കിൻ്റെ മോൾഡ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി സൈഡ് ഭാഗമൊക്കെ ഒന്ന് നൈഫ് ഏറ്റവും ഒന്ന് വിടർത്തി കൊടുത്തതിന് ശേഷം നമുക്കൊരു ബേസിലേക്ക് ഒന്ന് അൺമോൾഡ് ചെയ്ത് നോക്കാം. ഓക്കെ, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ബ്ലാക്ക് ഫോറസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടില്ല. അപ്പോൾ ബട്ടർ പേപ്പർ വെച്ചാലും വെച്ചിരുന്നാൽ കറക്റ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അടുത്ത സ്റ്റെപ്പ് ഫ്രോസ്റ്റിംഗ് ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്യണം. ഓക്കെ, ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്കിൻ്റെ മുകൾ ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല. വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ചെയ്തപോലെ അതുപോലെ കട്ട് ചെയ്ത് കളയാട്ടോ. പുറത്തേക്ക് കൊടുക്കണമെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, അത് കട്ട് ചെയ്ത് കളയണം. ഞാനത് വീട്ടിൽ തന്നെ ഉപയോഗിക്കാനുള്ള കേക്ക് ആയതുകൊണ്ട് മുകൾ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞില്ല. ഓക്കെ, അങ്ങനെ നമുക്ക് 3 ലെയർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 10 ഇഞ്ചിൻ്റെ ബേസ് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ക്രീം ഫസ്റ്റ് ലെയർ വെച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ട്, പോയി കാണുക. അതിനുശേഷം വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്, അതും പോയിട്ട് എല്ലാവരും കാണണം. ഓക്കെ,
സെക്കൻഡ് ലെയർ വെക്കാം. ഷുഗർ സിറപ്പ്, വിപ്പിംഗ് ക്രീം, നമുക്കറിയാമല്ലോ റോസ്റ്റിംഗ് അതുപോലെ എല്ലാം ചെയ്തു. സൈഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കുന്നുണ്ട്. ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോൾ നമ്മൾ സൈഡും മുകളൊക്കെ ക്ലിയർ ചെയ്ത് പോകാം. ലാസ്റ്റ് സ്റ്റെപ്പ് ഇതുപോലെ തന്നെ നമ്മൾ കമഴ്ത്തി വെക്കുക, തിരിച്ചിട്ട് വെക്കാം, താഴെ ഭാഗം മുകളിലാക്കിയിട്ട്. ഓക്കെ, ദെൻ സിറപ്പ് ദെൻ ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. നമുക്ക് ചെറുതായിട്ടൊന്ന് ഒരു ചെറിയൊരു കോട്ടിങ് കൊടുക്കാം. ക്രം കോട്ടിങ് പറഞ്ഞ ഒരു മെത്തേഡ് നമുക്ക് ചെയ്തെടുക്കാം. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു സ്റ്റെപ്പ് ആയിട്ട് ക്രം കോട്ട് പോലെ ചെയ്യുന്നത് കേക്കിന്. അപ്പോൾ അതിന് സൈഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് മെയിൻ റോസ്റ്റിംഗ് നമ്മൾ തുടങ്ങാണ്. ഇതുപോലെ തന്നെ പാൽറ്റി നൈഫിയുടെ സൈഡ് ആ ബെൻഡ് ചെയ്ത ഭാഗം കൊണ്ട് ക്രീം എടുത്തിട്ട് ഒരു സൈഡിൽ നന്നായിട്ട് വരുന്ന ലെവൽക്ക് അത്രയും ക്രീം നമ്മൾ പാൽറ്റി നൈഫിൽ ഉണ്ടാകും. ഒരിക്കലും ക്രീം ചെയ്യുമ്പോൾ പിശുക്കി ചെയ്യരുത്. നല്ല ലാവിഷായിട്ട് ക്രീം എടുത്തിട്ട് കുറേ എടുത്തിട്ട് തന്നെ ചെയ്യണം. ഓക്കെ, അപ്പോഴാണ് ഫിനിഷിങ് വരുള്ളൂ, കേക്കിന് ഒരു ഫിനിഷിങ് വരുള്ളൂ. പിന്നെ നിങ്ങൾ കുറച്ച് ക്രീം എടുത്ത് ചെയ്താൽ ഫിനിഷിങ്ങും ഉണ്ടാവില്ല, ക്രീം അത്രയും ലൂസാവും. ക്രീം പിന്നെ അത്രയും ക്രീമിൽ വെച്ചിട്ട് നിങ്ങൾ കളിക്കേണ്ടി വരും, അപ്പോൾ ഫിനിഷിങ് കിട്ടും. അപ്പോൾ ക്രീം പോയപ്പോൾ ലൂസാവും ചെയ്യും. ഓക്കെ, അങ്ങനെ മുകൾ ഭാഗത്ത് നമ്മൾ ക്രീം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കാം. ഫസ്റ്റ് കേക്കിൻ്റെ കോട്ടിനൊക്കെ നല്ല ഫിനിഷിങ് ഒക്കെ കൊടുക്കാം. സൈഡിലൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് മുകൾ ഭാഗം ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഡെക്കറേഷനൊന്നും അങ്ങനെ അറിയാവേണ്ട ആവശ്യമില്ല, ചോക്ലേറ്റ് ഇട്ട് കവർ ചെയ്യാനാണ്. ഓക്കെ, സൈഡ് ഭാഗവും മുകൾ ഭാഗം ക്ലിയർ ചെയ്തു. ഇനി അടുത്തത് നമുക്ക് ചോക്ലേറ്റ് കവർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് വൈറ്റ് ഫോറസ്റ്റ് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്ത പോലെ തന്നെ ഞാൻ ഗ്രേറ്റ് ചെയ്ത് ഒരു കണ്ടെയ്നറിനായിട്ട് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്തതായിരുന്നു. ഇതിന് നമുക്ക് കേക്ക് എടുത്തിട്ട് കേക്കിൻ്റെ സൈഡിലൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇതിന് വേണ്ടി സെയിം പ്രോസസ്സ് തന്നെ എല്ലാ ഭാഗത്തെത്തുന്നതിലേക്ക് കുറേ ഇതുപോലെ തന്നെ കുറേ കയ്യിൽ കുറേ ചോക്ലേറ്റ് എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കയ്യിലൊന്നും ആവില്ല മനസ്സിലായില്ലേ. ഇതുപോലെ ഫുള്ളായിട്ട് കേക്ക് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുക. സൈഡ് ഭാഗം കേട്ടോ, മുകൾ ഭാഗം ചെയ്യുന്നില്ല. ഈ മുകൾ ഭാഗം ചോക്ലേറ്റ് ഇട്ടിട്ട് ചെയ്യാം. ഡെക്കറേഷനൊക്കെ നിങ്ങൾ ഐഡിയ പോലെ ഫിനിഷായി. ഇനി നമുക്ക് ചോക്ലേറ്റ് ഫിനിഷായി. ഇനി അടുത്തത് സൈഡിലുള്ളതൊക്കെ ഇതുപോലെ തന്നെ നമ്മൾ പാലറ്റി നൈഫ് വെച്ചിട്ട് ഒന്ന് സൈഡിലുള്ള ചോക്ലേറ്റൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഇനി ഡെക്കറേഷനാണ്. ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലവർ കേക്കിന് മുകളിൽ അതിന് വേണ്ടി 2 നോസിലും, ഒന്ന് റൗണ്ട് നോസിലും ഒന്ന് നമ്മൾ റോസ്റ്റി നോസിലും വൈറ്റ് ഫോറസ്റ്റിന് ഉപയോഗിച്ചിട്ടുള്ള സെയിം നോസിൽ. പക്ഷേ ഞാനിവിടെ എടുക്കുന്നത് റൗണ്ട് നോസിലാണ്. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഐസിങ് ബാഗ് എടുക്കുന്നുണ്ട്. അത് ഇതുപോലെ ഒരു ഗ്ലാസ് എടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഐസിങ് ബാഗ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് മുന്നായിട്ട് നമ്മൾ നോസിൽ റൗണ്ട് നോസിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് നോസിൽ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് കട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇതിലേക്ക് എന്ത് ചെയ്യണം, ഗ്ലാസ്സിലേക്ക് ഇറക്കിയതിന് ശേഷം അതിലേക്ക് ക്രീം ഇട്ടിട്ട് നമുക്ക് ഫ്ലവർ വരയ്ക്കാനുള്ളതാണ്. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന് മുകളിലുള്ള ഫ്ലവർ. അതിന് വേണ്ടിയിട്ട് ഐസിങ് ബാഗ് റെഡി. ഓക്കെ, ഈ നോസിൽ കൊണ്ട് ഈ ഫ്ലവറാണ് ചെയ്യാം. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട നോസിലും ഒരുപാട് വൈറ്റ് ഫോറസ്റ്റ് ബ്ലാക്ക് ഫോറസ്റ്റ് മാക്സിമം ഞാൻ ഈ ഒരു ഐറ്റത്തിലാണ് ചെയ്യാൻ നോക്കാറ്. ഓക്കെ, ഇനി ആദ്യമേ നമുക്ക് ചെറീസ് വെക്കാം. ഓക്കെ, ഞാൻ വൈറ്റ് ഫോറസ്റ്റിൻ്റെ വീഡിയോസ് പറഞ്ഞ് പിൻ ചെറീസ് ഓപ്പൺ ചെയ്തിട്ടുള്ള ഞാൻ കാണിച്ചു തരാമെന്ന്. ഓപ്പൺ ചെയ്യുമ്പോൾ അതുപോലെ ആയിരിക്കും. കണ്ടില്ലേ, നെട്ടിയുള്ള നല്ല ഭംഗിയുള്ള ചെറീസാണ്. ഇനി അത് നമുക്ക് കേക്കിൻ്റെ മുകളിലേക്ക് വെച്ച് വെക്കാം. യെസ്, ടിൻ ചെറീസിൽ നിന്ന് ടിന്നിൽ നിന്ന് നമ്മൾ ചെറീസ് എടുത്താൽ ആ കണ്ടെയ്നറിൽ നിന്ന് മാറ്റിയിട്ട് നല്ല കണ്ടെയ്നറിലേക്ക് അത് മാറ്റണം, അല്ലെങ്കിൽ ചെറീസ് കേട് വന്ന് പോകും. പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. വീഡിയോസ് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം.